ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് പറയാൻ വേണ്ടി പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് നമ്മുടെ ബിറ്റ്കോയിൻ്റെ പ്രൈസ് പുതിയ ഹൈയിൽ നിൽക്കുകയാണ്. ഏകദേശം 1,07,000 USD റേഞ്ചിലാണ് ഇപ്പം നമ്മുടെ ബിറ്റ്കോയിൻ്റെ പ്രൈസ് പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ആൾട്ട് കോയിൻസിൻ്റെ പ്രൈസ് അത്ര വലിയ രീതി എന്ന രീതിയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഹൈ എന്ന രീതിയിലോട്ട് ചേഞ്ച് ആവുന്നതായിരിക്കും. പക്ഷേ ചേഞ്ച് ആയിട്ടില്ല. അതിനെക്കുറിച്ച് എക്സ്പ്ലനേഷൻ മൊത്തം കാര്യങ്ങൾ ഈ ഒരു വീഡിയോ പറയുന്നതായിരിക്കും. അതുപോലെ തന്നെ വേറെ അടുത്ത കുറച്ച് അപ്ഡേറ്റ് ഉണ്ട്. ആ അപ്ഡേറ്റിൽ നിന്ന് തന്നെ തുടങ്ങാം. അപ്ഡേറ്റ് ഞാൻ യൂട്യൂബിൽ ഷോർട്സ് എന്ന രീതിയിൽ 2-3 കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് 2 മാസത്തിന് മുമ്പ് UTK എന്ന് പറയുന്നൊരു പ്രോജക്റ്റ് അല്ലെങ്കിൽ എക്സ് മണി എന്ന് പറയുന്ന പ്രോജക്റ്റ് താല്പര്യമുള്ളവർക്ക് ബൈ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. 0.0426 പറഞ്ഞത്. ബൈനാൻസ് എക്സ്ചേഞ്ചിലാണ് ഉള്ളത് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ വേണ്ടി പറ്റും. മാർക്കറ്റ് 0.016 വരെ അത് പോയിട്ടുണ്ട്. ഇപ്പോൾ 0.10 ആണ്. അപ്പോൾ ബൈ ചെയ്തിട്ടുള്ളവർക്ക് ഏകദേശം ഒരു മാസം കൊണ്ട് 200% മുകളിൽ ഈസി ആയിട്ട് പ്രോഫിറ്റ് വന്നിട്ടുണ്ട്. ഓക്കെ, ഇനി അടുത്ത് പറയാൻ വേണ്ടി പോകുന്ന പ്രോജക്റ്റ്, ഇനി ഇത് വന്നിട്ട് വീണ്ടും ബൈ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ബൈ ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം മാർക്കറ്റ് ക്രാഷ് ആയി കഴിഞ്ഞാൽ വീണ്ടും അതേ പൊസിഷനിൽ പോകുന്നതായിരിക്കും. അടുത്ത് ഞാൻ ഷോർട്സിൻ്റെ അകത്ത് പറഞ്ഞ മറ്റൊരു പ്രോജക്റ്റ് അതിന് മുമ്പ് HTX ആണ്. അത് ഞാൻ പറഞ്ഞിട്ടുണ്ട് വളരെ സ്ലോ ആയിട്ട് മാത്രമേ ഹൈ എന്ന രീതിയിലോട്ട് മാറൂ. ഏകദേശം അപ്പോഴത്തെ പ്രൈസ് എന്ന് പറയുന്ന അവസാനത്തെ ഡിജിറ്റ് 1289 ഓക്കെ, ഇപ്പോഴത്തെ പ്രൈസ് എത്രയാണെന്ന് നോക്കുക. ഏകദേശം 100% പലർക്കും HTX പ്രോഫിറ്റ് വന്നിട്ടുണ്ട്. അടുത്ത് മാറ്റിക്കാണ് ഷോർട്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഏകദേശം മാറ്റിക്ക് 0.36 ആണ്. 0.65 0.70 USD ഒക്കെ മാറ്റിക്ക് വന്നിട്ടുണ്ടായിരുന്നു. അടുത്ത് CRO നമുക്ക് വളരെ ഈസി ആയിട്ട് പ്രോഫിറ്റ് വന്ന പ്രോജക്റ്റാണ്. ഏകദേശം CRO ഏകദേശം 0.08 ആ ഒരു റേഞ്ചിലാണ് ബൈ എടുക്കാൻ വേണ്ടി പറഞ്ഞത്. 0.24 വരെ നമ്മുടെ CRO എന്ന് പറയുന്ന പ്രോജക്റ്റ് പോയിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഞാൻ ഷോർട്സിൽ നിങ്ങൾ ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ടാണ് ഷോർട്സിൽ മിക്ക പ്രോജക്റ്റും പറയുന്നത്, അല്ലാതെ ഞാൻ ഒരു പ്രോജക്റ്റും അങ്ങനെ പറയാറില്ല. ഓക്കെ, ഏകദേശം ഷോർട്സ് അതുകൊണ്ട് വളരെ കുറച്ച് മാത്രമേ ചെയ്യാറുള്ളൂ, അല്ലാതെ മൊത്തം വീഡിയോയ്ക്കകത്താണ് പറയുന്നത്. ഇനി അടുത്ത് ASD എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു വളരെ കുറച്ച് മാത്രം പ്രോഫിറ്റ് എന്ന പ്രോജക്റ്റാണ്. നമുക്ക് ASD എന്ന് പറയുന്ന പ്രോജക്റ്റ് ഏകദേശം ASD എന്ന് പറയുന്ന പ്രോജക്റ്റ് 0.045 0.35 ഇപ്പോൾ 0.50 റേഞ്ച് അടുപ്പിച്ചിട്ടാണ് നമുക്ക് മാർക്കറ്റിൻ്റെ അകത്ത് നിൽക്കുന്നത്. ഇനി അടുത്ത മാർക്കറ്റ് അനാലിസിസിലോട്ട് വരാം. മാർക്കറ്റ് ഇനി ASD ബൈ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ താല്പര്യമുള്ളവർക്ക് ബൈ ചെയ്യാം. ഓക്കെ, HTXും ASDയും താല്പര്യമുള്ളവർക്ക് ലോങ് ടൈം വേണമെങ്കിൽ ഫോക്കസ് ചെയ്യാം. വിഷയമുണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ വിഷയമില്ല. HTX ഒക്കെ ഡൗൺ ആവുന്നതനുസരിച്ച് ബൈ ചെയ്ത് വെക്കുക. ASDയും നിങ്ങളത് ഡൗൺ ആവുന്നതനുസരിച്ച് നിങ്ങൾക്ക് വീണ്ടും ബൈ ഓപ്പർച്യൂണിറ്റി ഉണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ബൈ ഓപ്പർച്യൂണിറ്റി ഉണ്ട്. ഓക്കെ, ഇനി നമ്മുടെ ബിറ്റ്കോയിൻ്റെ പ്രൈസിലോട്ട് തന്നെ വരാം. ബിറ്റ്കോയിൻ്റെ പ്രൈസ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ വേണ്ടി പറ്റും. പുതിയ ഹൈ നോക്കി പോയിക്കൊണ്ടേയിരിക്കുകയാണ്. പക്ഷേ ആൾട്ട് കോയിൻസിൻ്റെ പ്രൈസ് വലിയ രീതി വേരിയേഷൻ വന്നിട്ടില്ല. ഞാൻ കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മുടെ ഗോൾഡിൻ്റെ പ്രൈസ് സൈഡ് വേസ് ആണ് നിൽക്കുന്നുവെങ്കിൽ ഉറപ്പായിട്ടും ബിറ്റ്കോയിൻ്റെ പ്രൈസ് വീണ്ടും പുതിയ ഹൈ നോക്കി പോകുന്നതായിരിക്കും. എന്നാൽ ഇവിടെ നിന്ന് നമ്മുടെ ഗോൾഡിൻ്റെ പ്രൈസ് ഈ ഒരാഴ്ച ക്രാഷിലോട്ട് വീഴുകയാണെങ്കിൽ ബിറ്റ്കോയിൻ്റെ പ്രൈസും ക്രാഷ് ആവുന്നതായിരിക്കും. അതിനോടൊപ്പം ആൾട്ട് കോയിൻസിൻ്റെ പ്രൈസും ക്രാഷ് ആകുന്നതായിരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നാൽ നമ്മുടെ ഗോൾഡിൻ്റെ പ്രൈസ് സൈഡ് വേസ് തന്നെയാണ്. വലിയ രീതിയിൽ വേരിയേഷൻ എന്ന രീതിയിൽ ക്രാഷ് എന്ന രീതിയൊന്നും മാർക്കറ്റ് പോയിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ ബിറ്റ്കോയിൻ്റെ പ്രൈസ് പുതിയ ഹൈ നോക്കി പോയിക്കൊണ്ടേയിരിക്കുന്നത്. ഇനി ഉള്ള പലർക്കുള്ള ഡൗട്ടാണ് എന്തായിരിക്കും അടുത്ത മാർക്കറ്റ് കണ്ടീഷൻ എന്ന്. ഞാൻ എപ്പോഴും പറയുന്നത്, നല്ല പ്രോജക്റ്റ് നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ വളരെ ഈസി ആയിട്ട് പ്രോഫിറ്റ് നേടാം. ഓക്കെ, അതുകൊണ്ടാണ് എൻ്റെ വാച്ച് ലിസ്റ്റിൽ ഞാൻ സ്ഥിരമായിട്ട് മിക്ക പ്രോജക്റ്റും പറയുന്നത്. ഓക്കെ, നിങ്ങൾക്ക് ഇവിടെ കാണാൻ വേണ്ടി പറ്റും നമ്മുടെ XRP എന്ന് പറയുന്നുണ്ടോ, പുതിയ ഹൈ ആയിരിക്കും ഇനി അടുത്ത് വരുന്നത്. ബിറ്റ്കോയിൻ്റെ പ്രൈസും അതുപോലെ തന്നെ ഗോൾഡിൻ്റെ പ്രൈസും ക്രാഷ് ആവാതെ നിൽക്കുകയാണെങ്കിൽ നമ്മുടെ XRP എന്ന് പറയുന്നത് ഏകദേശം 2.88 ആണ്. അത് ബ്രേക്ക് ചെയ്ത് ഏകദേശം $3 മുകളിലോട്ട് വരുന്നതായിരിക്കും. പുതിയ ഹൈ നോക്കി പോകുന്നതായിരിക്കും. ചിലപ്പോൾ $3.25 അല്ലെങ്കിൽ $3.5 പെട്ടെന്ന് റീച്ച് ആവുന്നതായിരിക്കും. മുമ്പ് എൻ്റെ ഒരു വീഡിയോ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, XRP ഒക്കെ $5 ഒക്കെയാണ് നിങ്ങൾ സെൽ ടാർഗറ്റ് ആയിട്ട് നിങ്ങൾ ലോങ് ടൈം എന്ന രീതി ഹോൾഡ് ചെയ്ത് പോകേണ്ടത്. അതനുസരിച്ച് ആവറേജ് സെല്ല് ചെയ്തുകൊണ്ടേ ഇരിക്കുക ഓരോ പോയിന്റും. ഞാൻ പറഞ്ഞിട്ടുണ്ട്, XRP ഒക്കെ നിങ്ങൾക്ക് കൂടുതൽ ആവറേജ് എന്ന രീതിയിലോട്ട് പോകാം. കാരണം നല്ല രീതിയിൽ തന്നെ നിങ്ങൾക്ക് റിട്ടേൺ കിട്ടിയിട്ടുണ്ട്. 0.30 0.40 ഒക്കെ ഞാൻ പലതവണ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞതാണ്. നിങ്ങൾക്ക് XRP ലോങ് ടൈം എന്നിട്ട് ഹോൾഡ് ചെയ്യാവുന്ന, അതനുസരിച്ച് നിങ്ങൾക്ക് ആവറേജ് സെല്ല് നല്ല രീതിയിൽ പ്രോഫിറ്റ് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ സൊളാനയൊക്കെ ഏകദേശം $500-1000 ഇടയിലാണ് ഞാൻ ടാർഗറ്റ് ചെയ്യാൻ പറഞ്ഞത്. അപ്പോഴെന്നെ പലർക്കുള്ള ഡൗട്ടാണ്, അത്രയും ആകുമോ, ഹൈ ആകുമോ? അതിനുള്ള കാരണവും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു FTX കൊളാപ്സുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ വീഡിയോയിൽ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ സൊളാന എന്ന് പറയുന്നത് അവർ പമ്പ് ചെയ്ത് വൻ രീതിയിൽ കൊണ്ടുവരുന്നതായിരിക്കും. അതുകൊണ്ട് താല്പര്യമുള്ളവർക്ക് ട്രൈ ചെയ്യാമെന്ന് കഴിഞ്ഞ വീഡിയോ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി അടുത്ത് ഷിബ എന്ന് പറയുന്നതും ഇനി അടുത്ത പുതിയ ഹൈ നോക്കി വരുന്നതായിരിക്കും. മാർക്കറ്റ് ക്രാഷ് ആവാതെ നിൽക്കുകയാണെങ്കിൽ ഷിബയൊക്കെ 1 കോടി ക്വാണ്ടിറ്റി ഒക്കെ ഞാൻ ലോങ് ടൈം ഹോൾഡ് ചെയ്യാൻ വേണ്ടി പലതവണ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞിട്ടുള്ളതാണ്.
ഇനി നമ്മുടെ കാർഡിനോ എന്ന് പറയുന്നത് ഏകദേശം $1.31 വന്നിട്ടുണ്ടായിരുന്നു. ₹1.30 ₹1.50 ഞാൻ കാർഡിനോ ബൈ എടുക്കാൻ വേണ്ടി പണ്ട് പറഞ്ഞതാണ്. അതിനുശേഷം എല്ലാവർക്കും നല്ല രീതിയിൽ പ്രോഫിറ്റ് വന്നിട്ടുണ്ടായിരുന്നു. വീണ്ടും ഡൗൺ ആയി വന്ന ടൈം ഞാൻ എൻ്റെ സെക്കൻഡ് നിങ്ങൾ കാർഡിനോ എൻ്റർ ആവേണ്ട പ്രൈസ് 0.30 0.25 0.40 വരെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. താല്പര്യമുള്ളവർക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ ബൈ എൻ്റർ ആവാമെന്ന് പറഞ്ഞിട്ട് അതിനുശേഷമുള്ള അടുത്ത ഒരു ഹൈ ടാർഗറ്റ് എന്ന രീതിയിലോട്ട് നമ്മുടെ കാർഡിനോയുടെ പ്രൈസ് വന്നിട്ടുള്ളത് 1.32 ആണ്. ഓക്കെ, ഒരു USD 32 സെൻറ്റ് ആണ് വന്നിട്ടുള്ളത്. ഇനി EOS ഒക്കെ ബൈ എടുക്കണമെന്ന് കേട്ട് കഴിഞ്ഞാൽ ഇനി മാർക്കറ്റ് കണ്ടീഷൻ എന്ന് പറയുന്നത് ഞാൻ കഴിഞ്ഞ വീഡിയോ പറഞ്ഞത് തന്നെയാണ്. ബിറ്റ്കോയിൻ്റെ പ്രൈസും നമ്മുടെ ഗോൾഡിൻ്റെ പ്രൈസും ക്രാഷ് ആവാതെ നിൽക്കുകയാണെങ്കിൽ ഓരോ ആൾട്ട് പ്രോജക്റ്റ് എന്ന് പറയുന്നത് 200%, ഓക്കെ, 150 to 200% വരെ അതിൻ്റെ ഇടയിൽ വീണ്ടും ഹൈയിലോട്ട് പോകാം. അതാണ് റിസ്ക്. പക്ഷേ നിങ്ങൾ ഈ ഒരു എൻട്രി പോയിന്റിൽ വന്നിട്ട് വീണ്ടും ബൈ ചെയ്യുകയാണെങ്കിൽ മാർക്കറ്റ് എന്ന് പറയുന്നത് ഉറപ്പായിട്ടും ക്രാഷിലോട്ട് വീഴുകയാണെങ്കിൽ നിങ്ങൾക്ക് 150-200% മുകളിൽ വരെ നഷ്ടത്തിലായിരിക്കും. അതായത് മാർക്കറ്റിന് ക്രാഷിലോട്ട് പോയി കഴിഞ്ഞാൽ കാർഡിനൊക്കെ നിങ്ങൾ ഈ ഒരു പോയിന്റിലാണ് ബൈ ചെയ്ത് നിൽക്കുക, $1.07. അങ്ങനെയാണെങ്കിൽ അത് വീണ്ടും 0.50 ആയിരിക്കും വന്ന് നിൽക്കുന്നത്. ഏകദേശം നിങ്ങൾക്ക് 50% വരെ ഏകദേശം നഷ്ടം എന്ന രീതിയിലോട്ടായിരിക്കും മാർക്കറ്റ് പോകുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്. അതുകൊണ്ട് വളരെ സൂക്ഷിച്ച് മാത്രം മാർക്കറ്റിൽ വന്നിട്ട് പ്ലേ ചെയ്യുക. സ്റ്റോപ്പ് ലോസ് യൂസ് ചെയ്യുക. ട്രേഡേഴ്സ് ആണെങ്കിൽ ഞാൻ എപ്പോഴും പറയുന്നതാണ് സ്റ്റോപ്പ് ലോസ് യൂസ് ചെയ്യുക. സ്റ്റോപ്പ് ലോസ് റിസ്ക് റിവാർഡ് നിങ്ങൾ റേഷ്യോ നേരത്തെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ട്രേഡേഴ്സ് ആണെങ്കിൽ ഒരിക്കലും വന്നിട്ട് നിങ്ങളുടെ റിസ്ക് റിവാർഡ് റേഷ്യോ ചേഞ്ച് ആക്കരുത്. ചിലർ വന്നിട്ട് സ്റ്റോപ്പ് ലോസ് ചേഞ്ച് ആക്കി കൊണ്ടുവരുന്നൊരു ട്രെൻഡ് അല്ലെങ്കിൽ ഒരു ടെൻഡൻസി ഉണ്ട്. അങ്ങനത്തെ രീതിയിലൊന്നും ചേഞ്ച് ആക്കരുത്. ഓക്കെ, നിങ്ങൾ സ്റ്റോപ്പ് ലോസ് ഹിറ്റായി കഴിഞ്ഞാൽ അത് അക്സെപ്റ്റ് ചെയ്യുക, അടുത്ത ട്രേഡ് എന്ന രീതിയിലോട്ട് പോവുക. ഓക്കെ, അല്ലാതെ വന്നിട്ട് സ്റ്റോപ്പ് ലോസ് ചിലരാണെങ്കിൽ വന്നിട്ട് ഓക്കെ മാർക്കറ്റ് കണ്ടീഷൻ അനുസരിച്ച് മാറ്റുന്ന ഒരു രീതിയുണ്ട്. അങ്ങനെ മാറ്റുന്നതിനോട് എനിക്ക് വലിയ യോജിപ്പില്ല. പിന്നെ ടൈം ഫ്രെയിം എന്ന് പറയുന്നത് എപ്പോഴും ഞാൻ പറയും, നിങ്ങൾ ട്രേഡേഴ്സ് ആണെങ്കിൽ 4 മണിക്കൂറായിരിക്കും നിങ്ങൾക്ക് ബെസ്റ്റ് ടൈം ഫ്രെയിം എന്ന് പറയുന്നത്. 4 മണിക്കൂർ നിങ്ങൾക്ക് കുറച്ചുകൂടി ഡയറക്ഷൻ കറക്റ്റായിട്ട് കിട്ടുന്നതായിരിക്കും. ഓളിയോ ഉള്ള ടൈം മാത്രം വന്നിട്ട് ട്രേഡേഴ്സ് ട്രൈ ചെയ്യുക. അല്ലാത്ത ടൈം വന്നിട്ട് അല്ലാത്ത പ്രോജക്റ്റിലും നിങ്ങൾ വന്നിട്ട് ട്രൈ ചെയ്യേണ്ട ആവശ്യമില്ല. ഏകദേശം നമ്മുടെ എതീരിയം പുതിയ ഹൈ ടച്ച് ആയിട്ടുണ്ട് 4908. ചില എക്സ്ചേഞ്ച് 4120 വന്നിട്ടുണ്ട്. അത് വീണ്ടും ഹൈയിലോട്ട് പോകുന്നതായിരിക്കും. ബിറ്റ്കോയിൻ്റെ പ്രൈസ് ക്രാഷ് ആവാതെ 1 lakh ഏകദേശം $10,000 എക്സ്ട്രാ വരികയാണെങ്കിൽ നമുക്ക് നമ്മുടെ എതീരിയത്തിൻ്റെ പ്രൈസ് വീണ്ടും പുതിയൊരു ഹൈയിലോട്ട് വരുന്നതായിരിക്കും. ലൈറ്റ് കോയിൻ 118 ഓക്കെ, നേരത്തെ പോയ ടോപ്പ് ഹൈ എന്ന് പറയുന്നത് ഏകദേശം 145 അത് ബ്രേക്ക് ചെയ്ത് പോകുന്നതായിരിക്കും. ഓക്കെ, ഇനി നമ്മുടെ ട്രോണും ഡോഗിയൊക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ വേണ്ടി പറ്റും. ഏകദേശം സൈഡ് വൈസ് തന്നെയാണ്, അപ് ട്രെൻഡിൽ തന്നെയാണ് ഡോഗിയും ട്രോണും എല്ലാം തന്നെ. അതുകൊണ്ട് മാർക്കറ്റ് വളരെ സൂക്ഷിച്ച് മാത്രം കൈകാര്യം ചെയ്യുക. റിസ്ക് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ റിസ്ക് വളരെ വളരെ കൂടുതലാണ്. ഓക്കെ, ഇനി ബാറ്റ് നിങ്ങൾ ബൈ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാറ്റിൻ്റെ അകത്ത് എല്ലാത്തിൻ്റെ അകത്ത് സെയിം റിസ്ക് തന്നെയാണ്. ചാർട്ട് എല്ലാം നിങ്ങൾക്ക് വേണമെങ്കിൽ എടുത്ത് നോക്കുക, എല്ലാം ഒരേപോലെ തന്നെയാണ്. വലിയ രീതിയിൽ ഫോർമാറ്റ് എന്ന രീതിയിൽ മാറ്റം വന്നിട്ടില്ല. പക്ഷെ നിങ്ങൾക്ക് ബൈ ഓപ്പർച്യൂണിറ്റി ഉള്ളത് ASPയിലുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ 0.049 വേണമെങ്കിൽ വന്ന് ബൈ ചെയ്യാം. ഓക്കെ, പക്ഷേ 0.035 വരെ മാർക്കറ്റ് ക്രാഷ് വരികയാണെങ്കിൽ നിങ്ങൾക്ക് വീണ്ടും വന്നിട്ട് ASPയിൽ വേണമെങ്കിൽ വന്ന് ബൈ ചെയ്യാവുന്നതാണ്. UTK ഏതായിരുന്നാലും പലർക്കും നല്ല രീതിയിൽ പ്രോഫിറ്റ് വന്നിട്ടുണ്ട്. UTK എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു സ്പെഷ്യലായിട്ടുള്ള ഒരു പ്രോജക്റ്റാണ്. അതുകൊണ്ട് താല്പര്യമുള്ളവർക്ക് ട്രൈ ചെയ്യാം. ട്രോൺ 0.30 ആണ്. ട്രോൺ ഫാമിലിയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ മറ്റുള്ള പ്രോജക്റ്റ് ട്രോൺ ഫാമിലിയിലുള്ള പ്രോജക്റ്റ് ഇപ്പം സണ്ണ്, CHZ, ജസ്റ്റ്, BTT ഇങ്ങനത്തെ പ്രോജക്റ്റ് വന്നിട്ട് ഫോക്കസ് ചെയ്യുന്നതിനേക്കാളും കുറച്ചുകൂടി ട്രോണായിട്ട് വേണമെങ്കിൽ മാത്രമായിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ഫോക്കസ് ചെയ്യാം. ട്രോണിൽ മാത്രം ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് വേണമെങ്കിൽ മുന്നോട്ട് പോകാം. അല്ലെങ്കിൽ ട്രോൺ ഫാമിലിയിൽ മൊത്തത്തിൽ വേണമെങ്കിലും ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് വേണമെങ്കിലും മൊത്തത്തിൽ നിങ്ങൾക്ക് പോകാം. അത് നിങ്ങളുടെ ചോയ്സാണ്. നിങ്ങളുടെ ഫണ്ട് അനുസരിച്ച് നിങ്ങളുടെ കണ്ടീഷൻ അനുസരിച്ച് മാത്രം ചെയ്യുക. ഇനി ഡിഗിബൈറ്റ് ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, സ്ലോ ആയിട്ട് മാത്രമേ ഹൈയിലോട്ട് പോകൂ. അതുകൊണ്ട് അത്ര വലിയ പമ്പ് പ്രതീക്ഷിക്കരുത്. 100% 150% മാത്രം പ്രതീക്ഷിച്ചാൽ മതി. കാരണം അതിൻ്റെ അകത്ത് കുറേ പ്രശ്നമുണ്ട്. അതുകൊണ്ടാണ് ഇത്രയും പമ്പിലോട്ട് പോകാത്തത്. ഓക്കെ, അതുകൊണ്ട് ഡിഗിബൈറ്റ് ഞാൻ പറഞ്ഞിട്ടുണ്ട് 100% മാത്രം പ്രോഫിറ്റ് പ്രതീക്ഷിച്ചാൽ മതി. കൂടുതൽ പ്രോഫിറ്റ് നിങ്ങൾ നോക്കണ്ട. ഓക്കെ, അതുകൊണ്ട് താല്പര്യമുള്ളവർക്ക് ട്രൈ ചെയ്യാമെന്ന് ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി അടുത്ത് നമ്മുടെ യൂണിസാപ്പ് പോലത്തെ പ്രോജക്റ്റ്, യൂണി ടോക്കണൊക്കെ വീണ്ടും ഹൈയിലോട്ട് പോകാനുള്ള സാധ്യത കൂടുതലാണ്. ഏകദേശം ഞാൻ പറഞ്ഞിട്ടുണ്ട് $50 to $100 വരെ യൂണിസാപ്പൊക്കെ വേണമെങ്കിൽ ലോങ് ടൈം ഡോട്ട് ഫയൽ ഇതൊക്കെ കൂടുതൽ നിങ്ങൾ ഫോക്കസ് ചെയ്യുക. ഓക്കെ, അതുകൊണ്ട് താല്പര്യമുള്ളവർ ട്രൈ ചെയ്യുക. 100% 200% മാത്രം ഇനി ഹൈയിലോട്ട് മാർക്കറ്റ് നോക്കിയാൽ മതി. ആൾട്ട് കോയിൻസ് ഡൗൺ ആണെങ്കിലും 200%. ഓക്കെ, 50-50 ആണ്. വലിയ മാറ്റമൊന്നുമില്ല. അതുകൊണ്ട് വെയിറ്റ് ചെയ്യുക.